ഇനി കോഴിക്കോട്ടേക്കാണ്. കോഴിക്കോട് താമരശ്ശേരിയിൽ കിടപ്പുമുറിയിൽ ജീവനൊടുക്കിയ യുവതിയുടെ നേരത്തെയുള്ള ശബ്ദ സന്ദേശം പുറത്ത്. മരിക്കുന്നതിന് മുൻപ് യുവതി പങ്കാളിയായ ആദിലിന് അയച്ച ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നത്. കാക്കൂർ സ്വദേശിനി ഫസ്നയാണ് മരിച്ചത്. യുവതിയുടെ മരണത്തിൽ ദുരൂഹതയാരോപിച്ച് ബന്ധുക്കൾ രംഗത്ത് വന്നിരുന്നു. TP വധക്കേസ് പ്രതി കൊടിസുനിയുടെ പേരും പെൺകുട്ടി പറയുന്നുണ്ട്. ആദ്യ പ്രതികരണത്തിലേക്ക്. അതിലെങ്കിൽ ഫോൺ എടുത്തോട്ടോ. 12 മണി വരെ എനിക്ക് ടൈം തന്നിക്കുന്നേ. ആ 12 മണി വരെ ഞാൻ എൻ്റെ ഒപ്പം നിർത്തിക്കോ, ഇല്ലെങ്കിൽ കളി ഇതൊന്നും അയക്കൂലേ. ഞാൻ സത്യം പറയാം, എല്ലാ ജീവിതം പോയി. ഇനി ഞാൻ എൻ്റെ ജീവിതം പോവുകയാണ്. എൻ്റെ ഞാൻ നിൽക്കും. കൊടിച്ചിന് മുതൽ ശിബു വരെ കുടുങ്ങും. സത്യമായി ഞാനിത് എനിക്കറിയുന്ന എല്ലാ വിവരങ്ങളും മടിക്കുന്ന ലഹരിൻ്റെ വരെ ഞാൻ എല്ലാം വെളിപ്പെടുത്തി സോഷ്യൽ മീഡിയയില്ല. പോലീസിൻ്റെ ഇടയിൽ എനിക്ക് രക്ഷപ്പെടും. സോഷ്യൽ മീഡിയ വിളിച്ച് ഞാൻ പറയും, ഇല്ലെങ്കിൽ ഇനി ഫോൺ എടുത്തോ. വിവരങ്ങളിൽ അനഘഹർഷനുണ്ട്. കോഴിക്കോട് താമരശ്ശേരിയിൽ കിടപ്പുമുറിയിൽ ജീവനൊടുക്കിയ യുവതിയുടെ ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നത്. അനഘ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, TP വധക്കേസ് പ്രതിയായ കൊടിസുനിയുടെ പേരും പറയുന്നുണ്ട്. കൊടിസുനിയും ഷിബുവും കുടുങ്ങും എന്നൊരു പെൺകുട്ടി പറയുന്ന ഒരു പ്രസക്ത ഭാഗമുണ്ട് ഈ കേട്ട ശബ്ദ സന്ദേശത്തിൽ. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? അമൽ, കഴിഞ്ഞ ദിവസമാണ് കാക്കൂർ സ്വദേശിയായിട്ടുള്ള ഹസ്ന കിടപ്പുമുറിയിൽ ജീവനൊടുക്കിയ നിലയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. ആ ഘട്ടത്തിൽ തന്നെ ഈ മരണവുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ ഈ പെൺകുട്ടിയുടെ കുടുംബം ആരോപിച്ചിരുന്നു. പിന്നീട് പോലീസിൽ പരാതി നൽകുകയും ആ ഘട്ടത്തിലൊക്കെ തന്നെ ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് ഇന്നാണ് ഈ പെൺകുട്ടി തൻ്റെ ഭർത്താവായിട്ടുള്ള ആദിലിന് അയച്ചിട്ടുള്ള ഒരു നിർണായകമായിട്ടുള്ള ശബ്ദ സന്ദേശം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ഹസ്ന പറയുന്നത്, തൻ്റെ ഭർത്താവായിട്ടുള്ള ആദിലിനോട് ഹസ്ന പറയുന്നത് തന്നെ ഉടൻ തിരിച്ചു വിളിക്കണം, അല്ലെങ്കിൽ തന്നെ ഒപ്പം നിർത്തണം. അങ്ങനെയല്ല എങ്കിൽ താൻ ഈ ആദിൽ നടത്തിയിരിക്കുന്ന ലഹരി ഇടപാടിനെ കുറിച്ചുള്ള വിവരങ്ങൾ അത് പങ്കുവെക്കും, അത് പോലീസിനോട് പറയുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ പോലീസിനോട് പറഞ്ഞാലും ഈ ആദിൽ രക്ഷപ്പെടും. അതുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ താൻ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ആദിലും ഇടും എന്നാണ് യുവതി പറയുന്നത്. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത്, കൊടിസുനി, ഷിബു തുടങ്ങിയ TP വധക്കേസിലെ പ്രതിയാണ് കൊടിസുനി, ജയിലിൽ കഴിയുന്ന പ്രതിയാണ്. ഈ കൊടിസുനിക്ക് മുൻപും ഇത്തരത്തിൽ ലഹരി മരുന്നുമായി ബന്ധപ്പെട്ടിട്ട് വലിയ രീതിയിൽ കൊടിസുനിക്കെതിരെ മറ്റ് പല കേസുകളുമുണ്ട്. ഈ കൊടിസുനിയുടെ പേര് കൂടിയാണ് ഈ ഹസ്ന എന്ന പെൺകുട്ടി ഇപ്പോൾ ഭർത്താവിനയച്ച ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്. ഈ പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ ഉണ്ടായതോടുകൂടി ഈ പെൺകുട്ടിയുടെ കുടുംബം നടത്തിയ അന്വേഷണത്തിലാണ് ഈ പെൺകുട്ടി ഭർത്താവായിട്ടുള്ള ആദിലിന് അയച്ചിട്ടുള്ള ഈ ഓഡിയോ സന്ദേശം പുറത്തു വന്നിരിക്കുന്നത്. ഈ ഓഡിയോ സന്ദേശം മറ്റുമടക്കം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ പെൺകുട്ടിയുടെ, ഹസ്നയുടെ കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇനി പോലീസാണ് ഇതിലെ ദുരൂഹത നീക്കി പുറത്തു വരേണ്ടത്. ആദിൽ എന്ന് പറയുന്ന ആൾ നിരന്തരം ലഹരി ഉപയോഗിക്കുന്ന ആളാണ്, ലഹരി വിൽപ്പന സംഘത്തിലെ കണ്ണിയാണ് എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് കുടുംബം ഉന്നയിക്കുന്നത്. ഈ പെൺകുട്ടിയുടെ ശബ്ദ സന്ദേശത്തിലും ആ കാര്യം തന്നെയാണ് പറയുന്നത്. മാത്രമല്ല, ഈ പെൺകുട്ടി പറഞ്ഞിരിക്കുന്ന TP വധക്കേസിലെ പ്രതിയായിട്ടുള്ള കൊടിസുനി, അതുപോലെ മറ്റ് പല കേസുകളിലും പ്രതിയായിട്ടുള്ള ഷിബു, ഈ 2 പേർക്കും ഈ മരണവുമായി ബന്ധപ്പെട്ട് എന്താണ് പങ്ക്, ആദിലുമായി ഏത് തരത്തിലുള്ള ഇടപാടാണ് ഇവർ നടത്തുന്നത് എന്നതിനെ കുറിച്ചൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള വിവരം പുറത്തു വരും. കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് പോലീസിൽ നിന്ന് ഏറ്റവും ഒടുവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരം. അമൽ, താമരശ്ശേരിയിൽ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവതി മരിക്കുന്നതിന് മുൻപ് പങ്കാളിയായ ആദിലിന് അയച്ച ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നത്. കാക്കൂർ സ്വദേശിനി ഫസ്നയാണ് മരിച്ചത്. യുവതിയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കൾ രംഗത്ത് വന്നിരുന്നു. TP വധക്കേസ് പ്രതി കൊടിസുനിയുടെ അടക്കം പേര് പെൺകുട്ടി പറയുന്നുണ്ട്. ഇതിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇനി കണ്ടറിയണം.